വലൈക്കും വറഹ്മത്തുള്ളാഹി. സാധാരണഗതിയിൽ ആപൽഘട്ടങ്ങളിൽ മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ സഹായിക്കണേ എന്ന് വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള ഒരു വ്യക്തി മരണപ്പെടുന്ന സമയത്ത് മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിക്ക് ഉത്തരം എന്ന നിലയിൽ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ഇടപെടലുണ്ടായിട്ട് ആ സമയത്ത് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ അവന്റെ അവസാനം രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രസംഗം കേൾക്കാൻ ഇടയായി. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. ബഹുമാന്യരെ, ഒന്നാമതായി ഉന്നയിക്കപ്പെട്ട ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് ബഹ്റൈനിൽ നടന്ന മുഖാമുഖം പോലെ ഒരു മുഖാമുഖം മുമ്പൊരിക്കൽ ബാംഗ്ലൂരിൽ വെച്ച് നടന്നപ്പോൾ ഒരു ചോദ്യകർത്താവ് എഴുന്നേറ്റ് ചോദിച്ചു, മരിക്കാൻ പോകുന്ന ഒരാൾ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന് പകരം മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നാണ് പറഞ്ഞതെങ്കിൽ അയാളുടെ വിധി എന്താണ് എന്ന രൂപത്തിലുള്ള ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ മരിക്കാൻ കിടക്കുന്ന ആൾ മുഹീദ്ദീൻ ഷെയ്ഖെ എന്ന് വിളിച്ചാൽ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ കറാമത്ത് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാനുള്ള അവസരമുണ്ടാകും എന്നാണ് ഒരു മുസ്ലിയാര് മറുപടി പറഞ്ഞത്. അതിനെ സംബന്ധിച്ചാണ് പ്രഥമ ചോദ്യമുള്ളത്. അള്ളാഹുവിന്റെ ദീനായ ഇസ്ലാം മതം അത് മറ്റു മതങ്ങളെ പോലെ അല്ല. എനിക്ക് തോന്നിയത്, എന്റെ ചിന്ത, എന്റെ വായിൽ വന്നത്, എനിക്ക് ശരിയായി തോന്നുന്നത് മതമായി പറയാൻ ഇസ്ലാമിൽ അനുവാദമില്ല. നേരെ മറിച്ച് വിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ സവിശേഷത, അതിന്റെ പ്രത്യേകത മാ ഖാലല്ലാഹു വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹ് പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. അതിനപ്പുറം ഒരാൾ വന്നുകൊണ്ട് തനിക്ക് തോന്നിയത് മതമായി പറഞ്ഞാൽ ഒരിക്കലും ലൈ യുഖ്ബല മിൻ, അവനിൽ നിന്നത് സ്വീകരിക്കുകയില്ല. അവൻ മതം പുതിയത് നിർമ്മിച്ചവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് എത്തിച്ചു തന്ന വിശുദ്ധ ഇസ്ലാമിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല മുഹീദ്ദീൻ ഷെയ്ഖിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനായ അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ തന്നെ ഉലുൽ അസ്മുകളിൽപ്പെട്ട അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഖലീൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, നിങ്ങൾ മരിക്കുമ്പോൾ യാ ഇബ്രാഹിം അഗ്സ്നി
ഓ ഇബ്രാഹിം നബിയെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞാൽ ഇബ്രാഹിം നബിയുടെ മോചിതത്ത് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. ആ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മോനെ നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് മകനോട് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയനാകാൻ തയ്യാറായിക്കൊണ്ട് സ്വന്തം പെരടി നീട്ടിക്കൊടുത്ത മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിപ്പിച്ച പ്രവാചകൻ, ആ പ്രവാചകൻ തന്റെ ഉമ്മത്തിനോട് പറഞ്ഞില്ല, നിങ്ങൾ മരിക്കാറാകുമ്പോൾ മരണശയ്യയിൽ കിടക്കുമ്പോൾ യാ ഇസ്മായിൽ അഗ്ഹിസ്നി, ഇസ്മായിൽ നബിയെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചോളൂ, എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാനുള്ള സൗഭാഗ്യം നിങ്ങൾക്കുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. മനുഷ്യകുലത്തിൽ, മനുഷ്യ സമൂഹത്തിൽ മാത്രമല്ല സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഈ ലോകത്ത് പഠിപ്പിച്ചു പോകുമ്പോൾ പ്രവാചകൻ പറഞ്ഞില്ല, നിങ്ങളിൽ ആരെങ്കിലും മരിക്കാനൊരുങ്ങുമ്പോൾ യാ റസൂലല്ലാഹ് അഇസ്നി, അല്ലാഹുവിന്റെ റസൂലേ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹ് പറയാത്തത്, അള്ളാന്റെ റസൂല് പറയാത്തത് മതമായി പറയാൻ ഒരു മുസ്ലിയാർക്കും അവകാശമില്ല. അയാൾ മതം നിർമ്മിക്കുന്ന വ്യക്തിയാണ്, മതമുണ്ടാക്കുന്ന ആളാണ്. അള്ളാഹു പറയാത്തത്, പഠിപ്പിക്കാത്തത് അള്ളാന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ തന്നെ കളവ് പറയാൻ തയ്യാറാകുന്നവരാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു മുസ്ലിമിന് ആ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോടും നിങ്ങളോടും പറഞ്ഞത്, ലഖിനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരണമാസന്നമായവർക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കൂ എന്നാണ്. അല്ലാതെ മുഹീദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ എന്ന് വിളിക്കാൻ പറഞ്ഞു കൊടുക്കൂ എന്നല്ല. നേരെ മറിച്ച് അവസാനം നിങ്ങൾ പറയേണ്ട വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആവാഹിച്ച, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വീകരിച്ച, നിങ്ങളുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി നിങ്ങൾ പ്രഖ്യാപിച്ച, ആർക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചുവോ, ആർക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചുവോ, ആർക്ക് വേണ്ടി നിങ്ങൾ വാദിച്ചുവോ, ആർക്ക് വേണ്ടി നിങ്ങൾ വാദിക്കുവാൻ തയ്യാറായോ, ആർക്ക് വേണ്ടി നിങ്ങൾ മരിക്കുവാൻ ഒരുങ്ങിയോ, ആ റബ്ബ് അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ലോകത്തുനിന്ന് യാത്രയാകണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, മൻ കാന ആഖിറു ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണെങ്കിൽ അവൻ സ്വർഗത്തിൽ കടന്നു, സ്വർഗത്തിൽ പ്രവേശിച്ചു, സ്വർഗത്തിൽ കടന്നവനാണവനെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുവെങ്കിൽ പ്രവാചകന്റെ ആ വാക്കിനെ തിരുത്താൻ, അഷ്റഫുൽ ഖൽഖിന്റെ ആ വാക്കിനെ തിരുത്താൻ, ആ അഷ്റഫുൽ ഖൽഖിന്റെ വാചകത്തെ തിരുത്തിക്കൊണ്ട് മറ്റൊരു വാചകം അതിനോട് ചേർക്കാൻ ഒരു മുസ്ലിയാർക്കും അവകാശമില്ല, ഒരു വ്യക്തിക്കും അവകാശമില്ല, ഒരു പണ്ഡിതനും അവകാശമില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അള്ളാഹുവിന്റെ മുന്നിൽ അയാൾ കുറ്റവാളിയാണ്, കുറ്റക്കാരനാണ്. മരിക്കുന്ന വ്യക്തിയായാലും മരണം കണ്ട വ്യക്തിയായാലും മരണത്തിന് ശേഷം ആ മരണത്തിന്റെ കുടുംബക്കാരായി കഴിയുന്നവനായാലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഒരാൾ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണം. മാത്രമല്ല, ഒരാൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചവന്റെ കുടുംബമോ അയാളും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ദഖല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ അബീ സലമ, അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് ചെന്നു. വഖദ് ശഖ ബസറുഹു ഫഅഅമല, ആ സന്ദർഭത്തിൽ മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് തുറന്നിരിക്കുകയായിരുന്നു. ആ കണ്ണടച്ചു കൊടുത്തു പ്രവാചകൻ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന റൂഹ ഇദാ ഖുബില തബഅഹുൽ ബസർ, റൂഹ് ഊരപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മാവിനെ കണ്ണ് പിന്തുടരും. ആ റൂഹ് ഊരുന്നത് കണ്ണുകൊണ്ട് ഇങ്ങനെ അവൻ നോക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഫലജ്ജനാസും മിൻ അഹ്ലി, ഫലജ്ജനാസും മിൻ അഹ്ലി, മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാർ പൊട്ടിക്കരഞ്ഞു, അലമുറയിട്ട് കരഞ്ഞു. ആ സന്ദർഭത്തിലും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ തദ്ഉ അലാ അൻഫുസികും ഇല്ലാ ബിഖൈർ, നിങ്ങൾ നല്ലതേ പറയാവൂ, നിങ്ങൾ നല്ലതേ പറയാവൂ, നിങ്ങൾ നല്ലതാണ് ഇവിടെ പറയേണ്ടത്, നിങ്ങൾ അല്ലാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഫൈനൽ മലായികത യുഅമ്മിനൂന അലാ മാ യഖൂലൂൻ, നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം തരും. റബ്ബ് ഉത്തരം തരുന്നുണ്ട്, ആ മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്.
ആ മലക്കുകളുടെ ആമീൻ, ആ ആമീനിന്റെ അകമ്പടി ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് മലക്കുകളുടെ ആമീൻ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. അപ്പോൾ മരിച്ച വ്യക്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുന്നു. ആ മരിച്ചവന്റെ കുടുംബക്കാരൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിയുന്നു എന്നല്ലാതെ, അല്ലാഹുമ്മ എന്ന് വിളിച്ചുകൊണ്ട് ആ കുടുംബം കഴിയുന്നുവെന്നല്ലാതെ, ആ കുടുംബമോ മരിച്ചുപോയ വ്യക്തിയോ ഒരിക്കലും അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ വിശുദ്ധ ഇസ്ലാമിന്റെ ഈ സൽസരണിയിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കാൻ ഒരുങ്ങിപ്പുറപ്പെട്ട ആളുകൾ, ചില വ്യക്തികൾ, അവർ ബോധപൂർവം ജനങ്ങളോട് പറയുന്നത്, പഠിപ്പിക്കുന്നത്, അത് മരിക്കുമ്പോൾ പോലും നിങ്ങൾ മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ മതി എന്നാണ്. മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ മതി എന്നാണ്. ഇത് വലിയ അപകടകരമായ വാദമാണ്. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും ഈ രൂപത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ നിന്ന് ഇത്തരം ആളുകളെ തടയുകയും ഇതിൽ തെറ്റിദ്ധരിച്ചുപോയ നമ്മുടെ സഹോദരങ്ങളെ വളരെ സ്നേഹത്തോടെ, സൽബുദ്ധിയോടെ, ഗുണകാംക്ഷയോടെ ഉപദേശിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന സമൂഹമായി വളർത്തിക്കൊണ്ടുവരികയും ചെയ്യണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹു തുണക്കുമാറാകട്ടെ.